ആശുപത്രിയിൽ തന്നെയാണ് തന്ത്രി ഉള്ളത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഷഫീദ, ഇതിപ്പോൾ ഇന്നലെ മുഴുവൻ അങ്ങനെ ഒരു ദിവസമായിരുന്നു തന്ത്രിക്ക്. തന്ത്രി പോലും ഞെട്ടി എന്നാണല്ലോ പറയുന്നത്. തന്ത്രി പോലും ആ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതല്ല. തന്ത്രി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നാണെങ്കിലും തന്ത്രി അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിരുന്നു. സ്വാഭാവികമായി മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അതിനപ്പുറം കാര്യമായ എന്തെങ്കിലും ഉണ്ടോ ഷഫീദ്? ഈ തുടർച്ചയായിട്ടുള്ള യാത്രകൾ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിന്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഉയർന്നിട്ടുള്ളതാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോഴും ആശുപത്രിയിൽ അദ്ദേഹവുമായി തുടരുകയാണ്. മാത്രവുമല്ല, ഇനി ഇക്കാര്യത്തിൽ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമോ? മെഡിക്കൽ കോളേജ് സെല്ലിലാണ് സാധാരണഗതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളുകളെ മാറ്റാറ്. അങ്ങനെ മാറ്റുമോ, അതല്ല ജനറൽ ആശുപത്രി തന്നെ ചികിത്സ ഉറപ്പാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഉടൻ നമുക്കറിയാൻ കഴിയും. ഏതായാലും നിർണായകമാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട നീക്കം. തന്ത്രി ഒബ്സർവേഷനിലേക്ക് മാറ്റുകയാണ്. തന്ത്രി ആശുപത്രിയിൽ തുടരും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. തന്ത്രി ഒബ്സർവേഷനിൽ ജനറൽ ആശുപത്രിയിൽ തുടരും. അതിനുശേഷം ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ECG വേരിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ജനറൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്ത്രി ഒബ്സർവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതായത് നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മണിക്കൂറുകൾ നിരീക്ഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ജയിൽ അധികൃതർ ഉറപ്പാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT ഉദ്യോഗസ്ഥരും ഈ ആശുപത്രി പരിസരത്തുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തന്ത്രിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയിൽ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ തന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹഷ്മി, ECG വേരിയേഷൻ ഉണ്ടോ എന്ന പരിശോധനകളൊക്കെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒബ്സർവേഷനിൽ തുടരുകയാണ്. ജനറൽ ആശുപത്രിയിലാണുള്ളത്. ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂടുതൽ ചികിത്സ നൽകുന്നതിനെ പറ്റി ആലോചന അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് ജയിൽ വെച്ചാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. രാജീവരെ 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ് ചെയ്തത്. ഇന്നലെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, താഴമൺ കുടുംബാംഗമായ കണ്ഠരര് രാജീവരെ പുലർച്ചെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി 5 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ്. ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തത് ആചാരലംഘനമാണ് എന്നറിയാമായിരുന്നിട്ടും അതിന് മൗനത്തിൽ കൂടെ ഒത്താശ ചെയ്തു. അതിനപ്പുറമുള്ള പങ്ക് തന്ത്രിക്കുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അരിഞ്ഞു നൽകിയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ SIT പറയുന്നുണ്ട്. അപ്പോഴും തന്ത്രിക്ക് ക്ഷേത്ര കവർച്ചയിൽ നേർക്കുനേർ ബന്ധത്തിൽ കൂടുതൽ ഗുരുതരമായ എന്തെങ്കിലും SIT കണ്ടെത്തലുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തവുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.